ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ എന്താ ഈ ഷാളൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ നടക്കാനൊന്നും വരുന്നുണ്ടായിരുന്നില്ല. കാരണം നല്ല തണുപ്പായതുകൊണ്ടേ നമുക്ക് ക്ലൈമറ്റുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ശബ്ദമൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പനിയും എല്ലാം ആയതുകൊണ്ട് ഞാൻ നടക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് വീണ്ടും നടക്കാൻ വന്നു തുടങ്ങി. അപ്പോൾ ഇന്ന് ഭയങ്കര തണുപ്പ്. അപ്പോൾ ഞാൻ ഷോളൊക്കെ ഇട്ടൊന്ന് മൂടി പൊതിച്ചൊരു ചൂടുള്ള സ്ഥലത്തേക്ക് ഒന്ന് വന്നിരുന്നതാണ്. ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നതാണ്. എൻ്റെ കൂടെ ചാച്ചനുണ്ട്, ഐഷു ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടി നടക്കാൻ എന്ന് ഇറങ്ങിയത്. കാരണം ഞാൻ വിചാരിച്ചു തണുപ്പൊന്നും ആയതുകൊണ്ട് ആരും ഇറങ്ങത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ എല്ലാവരും പതിവിന് വിപരീതമായിട്ട് കുറേ ആൾക്കാർ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനൊരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് എനിക്ക് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്. എനിക്ക് ഒരുപാട് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്കൊരു കുഞ്ഞുള്ള ആ ഒരു വളർത്തിയുള്ള എക്സ്പീരിയൻസ് വെച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി അറിയാമെന്നൊക്കെ വിചാരിച്ചാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം എൻ്റെന്ന് പറഞ്ഞാൽ എൻ്റെ 27ാമത്തെ വയസ്സിലാണ് ഐഷു ഉണ്ടാവുന്നത്, എൻ്റെ മോളുണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ വേണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലും. കാരണം ഞങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷനൊന്നും അന്നേരം കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും റെഡി അല്ലായിരുന്നു. ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഫിനാൻഷ്യൽ കൈകാര്യം ചെയ്യാൻ ഉണ്ടാവണം, അതുപോലെ തന്നെ എന്താ പറയുക, ഒന്ന് സെറ്റിൽഡ് ആവണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. കാരണം കല്യാണം പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു. പിന്നെ ഞങ്ങളും ഒന്ന് സെറ്റിൽഡ് അല്ല, ഒന്നും സേവിങ്സ് ഇല്ല, എങ്ങനെ കുട്ടികളെ നോക്കാൻ ആരുമില്ല ഞങ്ങൾക്ക്. അതൊക്കെ ഭയങ്കര കൺഫ്യൂഷനിൽ ഇരിക്കുമായിരുന്നു. എന്നാൽ വളരെ ആഗ്രഹമുണ്ട്, കുട്ടികളൊക്കെ കാണുമ്പോൾ നല്ല ആഗ്രഹമുണ്ട്, ഒരു കുഞ്ഞ് വേണമെന്നൊക്കെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു പ്രിപ്പറേഷൻ വേണമെന്ന് ഞങ്ങൾ 2 ആൾക്കും അറിയാമായിരുന്നു ആ ഒരു സമയത്ത്. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ ഒരു കുട്ടിയാവുമ്പോൾ അതിൻ്റെ ഫുൾ ചുമതല ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഉള്ളൊരു കണ്ടീഷനായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ കുറേ പ്രിപ്പറേഷൻസൊക്കെ ആദ്യമേ ചെയ്തിരുന്നു. കുട്ടികളെ നോക്കാൻ ഒന്നും അറിയാണ്ട് എങ്ങനെ കുട്ടികളെ നോക്കും എന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. കാരണം കുട്ടികളാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് കുട്ടികളെ ആക്കാൻ പറ്റത്തില്ല. എൻ്റെ അറിവിൻ്റെ അനുസരിച്ചുള്ള കാര്യം ഞാൻ പറയുന്നത്. ഒന്നും അറിയാണ്ട് കല്യാണം കഴിഞ്ഞു അങ്ങ് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുട്ടികളായി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. കാരണം സ്നേഹിച്ച് വിവാഹം കഴിച്ചു, ആരും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫിനാൻഷ്യലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും എല്ലാ കാര്യം, ഫിസിക്കലി ആണെങ്കിലും എല്ലാം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉണ്ടായൊരു കുഞ്ഞാണ് ഐഷു. ആദ്യം പ്രഗ്നൻ്റ് ആവണൊക്കെ മുമ്പ് തന്നെ ഞങ്ങളൊരു ഇൻഷുറൻസ് എടുത്തിരുന്നു. ഫുൾ കവറേജ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആയിരുന്നു. അതിനകത്ത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം അതിനകത്ത് അങ്ങ് കവർ ചെയ്ത് പോവുമായിരുന്നു. ഐഷുവിൻ്റെ സ്കാനിങ്ങുകളും കാര്യങ്ങളും എല്ലാം. ചെറിയ മരുന്നുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനുകളോ എന്തെങ്കിലുമൊക്കെയാണ് പുറത്തേക്ക് വരത്തുള്ളൂ. അതിനു വേണ്ടിയുള്ള പൈസ മാത്രമേ ഞങ്ങൾക്ക് കണ്ടെത്തേണ്ടതായിട്ട് വന്നുള്ളൂ. ഹോസ്പിറ്റലിൽ ചിലവ് എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും ഈസി, അതുപോലെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ദുബായ് ആണെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി കേട്ടോ, എൻ്റെ അനുഭവം വെച്ചിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുമായിരുന്നു. അതിൻ്റെ ഞാൻ ജോലിക്കും പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ സേവിങ്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരും ആ ഒരു ടൈമിലും ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഐഷു ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ലീവ് എടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളൊരാളെ നിർത്തി. അങ്ങനെയാണ് എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവരാണ് ഞങ്ങളെ നോക്കി തന്നത്, കുട്ടീനെ ആണെങ്കിലും എന്നെ ആണെങ്കിലും. പക്ഷെ എന്നിരുന്നാൽ പോലും കുഞ്ഞിനെ എന്നെയൊക്കെ നോക്കാൻ ആളെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉച്ചവരെ അല്ലെങ്കിൽ വൈകുന്നേരം 5 മണി വരെയൊക്കെ ആ ചേച്ചി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കുറച്ച് ജോലികളുണ്ട്. ആഹാരം ഉണ്ടാക്കിക്കുക, അതിൽ കുഞ്ഞിനെ കുളിപ്പിക്കുക അല്ലെങ്കിൽ എന്നെ കുളിപ്പിക്കുക, അത്ര കാര്യങ്ങൾ ആ ചേച്ചിനോട് ഞങ്ങൾ ചെയ്യിച്ചിരുന്നുള്ളൂ. ബാക്കി വീട്ടിലെ പാത്രം കഴുകുക, അതുപോലെ വീട്ടിൽ ചില പണികളൊക്കെ ഉണ്ടാവില്ല, അടിച്ചു വാരുക, തുടച്ച് കളയുക, അതല്ലെങ്കിൽ വീട്ടിൽ അലക്കാനുള്ളത് അലക്കാനിടുക. കാരണം വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഞങ്ങൾക്ക് അലക്കാനുള്ളതെല്ലാം അലക്കണം. അതെല്ലാം ചെയ്യേണ്ടത് ഞാൻ തന്നെയായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ചെയ്യും. ഞങ്ങൾ 2 പേരിൽ ആരൊരാൾ മുൻകൈ എടുത്തത് ചെയ്യും. കൂടുതൽ സമയം ചിലപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാവത്തില്ല വീട്ടിൽ, ജോലിക്ക് പോകേണ്ട ആൾക്ക്. അപ്പം ഞാൻ തന്നെയായിരിക്കും എണിച്ച് നടന്ന് ചെയ്യും. പ്രസവിച്ച് കിടക്കുന്ന ആൾ എണിച്ച് ഇതെല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് അന്നേരം തോന്നി. അന്നേരം എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഞാൻ ശരിക്കും മിസ് ചെയ്തിരുന്നു കേട്ടോ. അച്ഛനോ അമ്മയോ ആരെങ്കിലും കൂടപ്പിറപ്പുകളോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ സ്ത്രീകളോടത്തും ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ ഏറ്റവും ഹെൽപ്പ് വേണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏത് സമയത്താണ്, ഏത് കാലഘട്ടത്തിലാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു സ്ത്രീ പറയുന്നത് പ്രസവിച്ച പെണ്ണുങ്ങളാണ് ഈ പറയുക. ആ പ്രസവിച്ച് കടന്നിരുന്ന ആ കാലഘട്ടം, ആ സമയത്താണ് നമുക്കൊരു ഹെൽപ്പ് വേണ്ടിയിരുന്നതെന്നും ആ അന്നേരം ശുശ്രൂഷിച്ച ആരാണോ, ഇപ്പം അമ്മയും അച്ഛനുമാണെങ്കിൽ അവരെ, അല്ലെങ്കിൽ വേറെ പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ അവരെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നല്ല രീതിയിലുള്ള ശുശ്രൂഷയാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ
മറക്കാനേ പറ്റത്തില്ല. എനിക്ക് നല്ലൊരു എന്താ പറയുക ആശ്വാസം കിട്ടിയിരുന്നു. അച്ഛനും അമ്മയും ഒന്നും എനിക്ക് ആ സമയത്ത് ആശ്വാസത്തിനില്ലാത്തൊരു സമയത്ത് എനിക്ക് നല്ല ആശ്വാസം കിട്ടിയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ പോയിക്കൂടായിരുന്നു എന്ന് വെച്ച് ഞാൻ നാട്ടിൽ പോകാൻ ശ്രമിച്ചിരുന്നു ആ സമയത്ത്. പക്ഷെ നാട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിരുന്നു നാട്ടിൽ പോകാൻ. എന്നെ നാട്ടിൽ നിർത്താൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. നിർത്തി കഴിഞ്ഞാൽ ആരും നോക്കാനും ആരെങ്കിലും നോക്കാൻ വെക്കാമെന്ന് വെച്ചാൽ പോലും അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുപോലത്തെ അവസ്ഥ ഉണ്ടാക്കി തന്നു ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ. നമ്മൾ സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലൊക്കെ ഉപദ്രവിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെണ്ണുങ്ങളും മറക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോണ്ട് ഞാൻ ഒരിക്കലും മറക്കത്തില്ല അതൊന്നും. എൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസവിച്ച് കിടന്ന സമയമായിരുന്നു. ഗർഭിണിയായിരുന്ന സമയം എൻ്റെ മോശപ്പെട്ട ഒരു സമയമായിരുന്നു. എനിക്ക് ആഹാരം കഴിക്കേണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞാൽ നോക്കാൻ ആളുണ്ടായിരുന്നില്ല. പ്രസവിച്ച് കിടക്കുന്ന ഞാൻ തന്നെയാണ് ഈ അലക്കുകയും പിന്നെ തുടയ്ക്കുകയും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വീട്ടിലെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നത്. പല പ്രാവശ്യം എന്നോട് ആ ചേച്ചി പറഞ്ഞിരുന്നു, മോളെ നീ ഒന്ന് അടങ്ങി കിടക്ക്, മലർന്ന് നിവർന്നൊന്ന് കിടക്ക്, നീണ്ടു നിവർന്ന് ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്ക്, ഇതൊന്നും പിടിക്കാൻ പോവല്ലേ, വേദനകളൊക്കെ വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്നാൽ പോലും എനിക്ക് അനുസരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വീട് എന്താവും അവസ്ഥ? അലക്കാൻ ആരുമില്ല, നമ്മൾ തന്നെ അലക്കണം, നമ്മൾ തന്നെ തുടച്ചിടണം, അല്ലെങ്കിൽ തന്നെ നമ്മൾ തന്നെ കഴിച്ച പാത്രമാണ് നമ്മൾ കഴുകി വെക്കണ്ടേ. എനിക്കങ്ങനെ ഒരാളെ ജോലിക്ക് നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്കങ്ങനെ ഒരുപാട് എന്താ പറയുക പണിയെടുപ്പിക്കുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. അവർ നമ്മളെ പ്രസവത്തിന് നോക്കാൻ വന്നേനെയല്ല. അപ്പോൾ അവരെ വീട്ടു ജോലി കൊണ്ട് എടുപ്പിക്കുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല. ആഹാരം കൂടി വെച്ചാൽ ചേച്ചി തരുമായിരുന്നു, അത് മതി, എനിക്കത് ഓക്കെയാണ്. അതിൽ കൂടുതൽ ഒരാളെ ബുദ്ധിമുട്ടിക്കാനുള്ള മാനസിക ഒരു അവസ്ഥയല്ല എനിക്ക് ഇന്നും അതെ അന്നും അതെ. എനിക്ക് അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഡ്രസ്സുകൾ മറ്റുള്ളവർ കഴുകിത്തരാം, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച പാത്രം, അതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് വയ്യാണ്ട് കിടന്നപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. എന്തോ തെറ്റാണോ ശരിയാണോന്നും എനിക്കറിയത്തില്ല. അങ്ങനെ അപ്പം എൻ്റെ മനസ്സിൽ എന്താ പറയുക, എനിക്ക് വന്ന അനുഭവം വെച്ച് ഞാൻ പറയുവാണെങ്കിൽ, പ്രസവിച്ച് കിടന്ന സമയത്ത് ആരെങ്കിലും നമ്മളോടൊരു കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്ത്രീകളത് മറക്കത്തേയില്ല കേട്ടോ. അവരെ മരണം വരെ മറക്കത്തില്ല. അതുപോലെ ഈ പ്രസവിച്ച് കിടന്ന സമയത്ത് നമ്മളോട് താരിൽ അവഗണന കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതും സ്ത്രീകൾ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത്. എന്നിരുന്നാലും ഐശുവിനെ കറക്റ്റായിട്ട് 2 മാസം എന്നോടുള്ള ദയവ് കൊണ്ടാണോ എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ എന്താണോ ആ ചേച്ചി ഐശുവിനെ കുറച്ചുകൂടെ നോക്കി തന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഐശുവിനെ നോക്കി. അപ്പോൾ ഐശുവിന് 1.5-2 വയസ്സ് അടുപ്പിച്ചാവാറായി കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഒരേ ഒരു സിറ്റുവേഷൻ, എല്ലാ സിറ്റുവേഷനിലും ഇപ്പം ഐശുവിനെ പാമ്പേഴ്സ് മാറുന്നതായിക്കോട്ടെ, ഐശുവിനെ കുളിപ്പിക്കുന്നതായിക്കോട്ടെ, ഐശുവിനെ എടുക്കുന്നതായിക്കോട്ടെ, ഐശുവിനെ ഉറക്കം ഒഴിച്ചിരുന്ന് ഞാൻ നോക്കുന്നതായിക്കോട്ടെ, ഈ ഓരോരോ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോഴും ഞാൻ വിചാരിക്കും ആരെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് രണ്ടുപേരും ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും ഒന്നും എടുത്ത് മാറാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. നമ്മളിങ്ങനെ കുറേ വീഡിയോസൊക്കെ കാണത്തില്ലേ, നമ്മളാണെങ്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഉള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. ഇഷ്ടം പോലെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ 1000 പേര് എടുക്കാനുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ മൊബൈലിലോട്ട് ഓടി ഓടി വരുന്നത്. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അമ്മ എടുക്കുന്നു, അച്ഛനെടുക്കുന്നു, മുത്തശ്ശനെടുക്കുന്നു, മുത്തശ്ശി എടുക്കുന്നു. നമുക്കത് മാനസികമായിട്ട് ശരിക്കും വിഷമവും തളർച്ചയും ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയണേ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ എനിക്ക് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല, വളരെ കഷ്ടപ്പെട്ടും ഉറക്കം ഒളിച്ചത് ഇന്നും കൂടിയും പറയുവാണെങ്കിൽ ഞാനായാലും ശരി ഹസ്ബൻഡായാലും ശരി ഉറങ്ങിയിട്ടില്ല. ഐശു ഉറങ്ങിയിട്ടില്ല രാത്രി, അതുകൊണ്ട് ഞങ്ങളും ഉറങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള കുറേ ദിവസങ്ങൾ ഈ 1.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഉറക്കാത്ത രാത്രികളായിരുന്നു ഞങ്ങളുടെ മൊത്തം. നമുക്കങ്ങനെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ കുട്ടികളെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. ആരും നോക്കാനില്ല. ഇപ്പം ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് കുട്ടികളായിക്കഴിഞ്ഞാൽ ശരിയാവും. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും അങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നു, കുട്ടികളായിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, പാരൻസ് ആണെങ്കിലും എല്ലാം റെഡിയാവും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. കുട്ടികളായിക്കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ സിറ്റുവേഷനിൽ മനസ്സിലാക്കുന്നില്ലാത്തൊരു പാരൻസ് ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ചിലയിടത്ത് ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചിലർക്ക് ഉണ്ടാവും, അയ്യോ കുട്ടിയായില്ലേന്ന് ചോദിച്ച് സ്വീകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ മെജോറിറ്റി ആൾക്കാർ കുട്ടികളായാലും ഒന്നും വലിയ ദയമൊന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് കുട്ടികളാക്കുകയും ചെയ്യും നിങ്ങൾ. പിന്നെ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തന്നെ ആയിരിക്കും. അപ്പം ഫിനാൻഷ്യലി സെറ്റ് എല്ലാം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മളാകെ വീർപ്പ് കൂട്ടാൻ തുടങ്ങും. കുട്ടികളെ നോക്കാൻ ആളില്ല, ഫിനാൻഷ്യലി നമ്മളാകെ ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ചില നേരത്ത് ഒന്ന് മാറിയെടുക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് പോയി നിന്ന് കുളിക്കാനോ പറ്റാത്തൊരവസ്ഥ. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം മുഴുവൻ ഉത്തരവാദിത്വം നമ്മുടെ തന്നെയായിരിക്കും ഒരു കുഞ്ഞുങ്ങളുടെ ഉള്ളവരുടെ. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സംസാരിക്കുന്നതിൽ ബ്രേക്ക് ആവുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ പോകുമ്പോൾ സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്കാക്കി വിടുന്നത്.
ചിലയിടത്തൊക്കെ മനസ്സലിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലരുടെയൊക്കെ പാരൻസിൻ്റെ മനസ്സലിയും. കാരണം മകളൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ മകൻ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു കുഞ്ഞിനെ കാണണം എന്ന് ആഗ്രഹമുള്ള പാരൻസൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ചാടിക്കയറി കുട്ടികളാക്കിയിട്ട് പാരൻസിൻ്റെ മനസ്സലിയുമെന്ന് നിങ്ങൾ വിചാരിച്ച് കാത്തിരിക്കരുത്. എന്താ പറയുക, നിങ്ങളെ കണ്ടിട്ട്, നിങ്ങളുടെ കണ്ണീര് കണ്ടിട്ട് വലിയാത്തൊരു പാരൻസ് പിന്നെ നിങ്ങളുടെ കുട്ടികളെ കണ്ടിട്ട് അലിയും എന്നുള്ള ആ ഒരു ചിന്താഗതിയെ വേണ്ട. എന്താ പറയുക, നിങ്ങൾ എപ്പോഴാണ് സെറ്റിൽ ആവുന്നത് ഫിനാൻഷ്യലി, അതുപോലെ മെൻ്റലി എപ്പോഴാണോ സ്റ്റേബിൾ ആവുന്നത് ആ ഒരു സമയത്താണ് കുട്ടികൾ വേണ്ടത്. അല്ലാണ്ട് ആദ്യം വിവാഹം കഴിഞ്ഞ് അതൊരു ചടങ്ങ് പോലെ ഒരു വർഷം കഴിഞ്ഞ് കുട്ടിയാവുക, അങ്ങനെയുള്ള രീതിയല്ല വേണ്ടതെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. ഞാൻ വളരെ പ്ലാൻ ചെയ്താണ് എനിക്കൊരു മോളുണ്ടായത്. അന്നേരം ഞങ്ങൾ ഫിനാൻഷ്യലി ഓക്കെ ആയിരുന്നു. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയപ്പോഴാണ്. അല്ല ഞങ്ങൾ ആദ്യമേ കുട്ടികളായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയേനെ. കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുട്ടികളെ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കുഞ്ഞുങ്ങളെ. പക്ഷെ നമ്മുടെ കയ്യിൽ നമുക്കൊരു കുഞ്ഞിനെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ കിട്ടുന്നത്. ചിലപ്പോൾ ഒന്ന് എടുക്കാനൊക്കെ വല്ലവരൊക്കെ തരുമായിരിക്കാം. പക്ഷെ അതുപോലെയല്ല, നമ്മൾ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാന്ന് വെച്ചാൽ ഒരു അമ്മയായിട്ടും അച്ഛനൊക്കെ ആയിട്ട് ഏൽക്കാൻ നമ്മൾ ആദ്യം പ്രാപ്തരാവണം. അതിനുശേഷം കുട്ടികളെ നോക്കാം. അതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം എൻ്റെ മോളൊക്കെ ഉണ്ടായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ 1.5 വർഷമായി ഞങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഞങ്ങളുടെ. ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് എണിച്ചിരിക്കും, ഹസ്ബൻഡ് ഉറങ്ങുമ്പോൾ ഞാൻ എണിച്ചിരിക്കും. ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, മിക്കപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും, ഞങ്ങൾ രണ്ടുപേരും എണിച്ചിരിക്കും. ചിലപ്പോൾ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, അവളിങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടിരിക്കും, ഞങ്ങൾ അവളുടെ കൂടെയൊക്കെ തന്നെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ തന്നെയുള്ള കുറേ നാളുകൾ, ഇപ്പോൾ 1.5 വർഷത്തോളമായിട്ട് അങ്ങനെ. ഇപ്പോൾ പാരൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ അവൾക്കൊരു മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവളെ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഒരു സന്തോഷമാണ് അതെല്ലാം. പക്ഷെ ഇത്രയും നാളായിട്ട് എൻ്റെ വീട്ടുകാരൊക്കെ കണ്ടാണ് കേട്ടോ, എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയെല്ലാം കണ്ടാണ് എൻ്റെ കുഞ്ഞിനെ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർ ഇന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 1.5-2 വയസ്സാവാറേ എൻ്റെ മോൾക്ക്. ഈ നിമിഷം വരെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പം ഈ നിമിഷം വരെ കാണാത്ത ഒരു പാരൻസിനെ എനിക്ക് കാണിക്കണമെന്ന് ഇനി അങ്ങോട്ട് ആഗ്രഹവും ഇല്ല കേട്ടോ. ഒരു കുഞ്ഞുണ്ടായിട്ട് അതിന് എന്താ പേര് വെച്ചതെന്ന് പോലും ചോദിക്കാത്ത ഒരു പാരൻസ്. അപ്പോൾ എനിക്ക് അവരുടെ ആ പാരൻറ്റിങ് എന്ത് പാരൻറ്റിങ്ങാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ വൈരാഗ്യമൊക്കെ എന്തോന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കുട്ടികളെ നോക്കേണ്ട എനിക്ക് ഒരാളും പറഞ്ഞു തന്നിട്ടില്ല. ഒരാളും എൻ്റെ അമ്മയുടെ സ്ഥാനത്തു നിന്നോ അല്ലെങ്കിൽ എൻ്റെ മദറിനോടെ സ്ഥാനത്തു നിന്നോ ഒരാളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നെ ആകെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് എൻ്റെ മോളെ നോക്കാനുണ്ടായിരുന്ന ആ ചേച്ചി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എനിക്കിപ്പോഴും അവരുടെ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് അങ്ങ് കണ്ണ് നിറയും കേട്ടോ. കാരണം എന്നെ അത്ര ഹെൽപ്പ് ചെയ്തു ആ ചേച്ചി. കാരണം എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാനൊരു പൂജയായിരുന്നു അന്നേരം. കാരണം എനിക്കറിയില്ല. എനിക്ക് പക്ഷെ ഭയങ്കരമായിട്ട് എൻ്റെ മോളെ നോക്കണമെന്നും, എൻ്റെ മോളെന്ന് പറഞ്ഞാൽ അങ്ങ് ചാവുന്ന ഒരു പ്രകൃതമാണ്. പക്ഷെ ഈ കുട്ടി എങ്ങനെയാണ് ഫീഡ് ചെയ്യിക്കണ്ടേ, അല്ലെങ്കിൽ കുട്ടീനെ എങ്ങനെ നോക്കണ്ടേ, അതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതെല്ലാം പറഞ്ഞ് എന്നെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ എനിക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു ഒരു അമ്മയായി കഴിഞ്ഞപ്പോൾ. അത് 3/4 സംശയം തീർത്തുന്ന യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഞാൻ കണ്ടിട്ട് അതേപോലെ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ അന്നേരം ഞാൻ യൂട്യൂബിൽ വീഡിയോസാണ് നോക്കുക. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ കുറേ ചേച്ചിമാരുടെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് ഉണ്ട്, ഡോക്ടർമാരുടെയൊക്കെ. അതും എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ദുബായിലൊക്കെ നമ്മൾ ജീവിക്കുകയും കുട്ടികളുണ്ടാവുകയൊക്കെ വളർത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യും. എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കുറേ ചാനൽസ് എന്നെ ഹെൽപ്പ് ചെയ്തു. കുട്ടികളൊക്കെ നോക്കുന്ന നമ്മുടെ ഫാമിലി വ്ലോഗ്സ് ഒക്കെ ഇടുമ്പോൾ അവർ കൂടുതൽ ഹെൽപ്പായി. നമുക്ക് ഇങ്ങനെയാണ് കുട്ടികളെ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. യൂട്യൂബിൽ ആരിലൊക്കെ ഇടുന്ന ഓരോ സ്റ്റോറികൾ, അല്ലെങ്കിൽ കുട്ടികൾ ഇത് ചെയ്യണം അത് ചെയ്യണം, ഓരോ എന്താ പറയുക ടിപ്പുകളും കാര്യങ്ങളും, അതൊക്കെ എനിക്ക് ഹെൽപ്പായി. അതുപോലെ തന്നെ ദുബായിലായതുകൊണ്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പായത് എൻ്റെ ഡോക്ടേഴ്സാണ്. നന്നായിട്ട് ഓരോ കാര്യങ്ങളും എന്നെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നു. പിന്നെ കുട്ടിയുടെ പല കാര്യങ്ങളും, വാക്സിനേഷൻ ആയിക്കോട്ടെ, കുട്ടിയുടെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ കുളിപ്പിക്കണം, എങ്ങനെയാണ് ചെയ്യിക്കേണ്ടത്. ആദ്യം തന്നെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്തൊരു ഡോക്ടർ വന്നിരുന്നു. ഞാൻ കരഞ്ഞു പോയി കേട്ടോ. അന്നേരം ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞു പോയി. അന്നേരം അവരെന്നോട് ചോദിച്ചു ആരുമില്ലേ കൂടെ. വേറെ എന്തോ കൺട്രിയിലെ ഡോക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു, മലയാളിയല്ല ആള്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു സാരമില്ല, വിഷമിക്കണ്ട, ആരുമില്ലാന്ന് വെച്ച് ഒരിക്കലും തളർന്നു പോകണ്ട. ഒരമ്മയായി കഴിഞ്ഞു നീ തന്നെ പഠിക്കും. കുട്ടിയെ നോക്കാൻ അറിയില്ല എന്നുള്ള ടെൻഷൻ നിനക്ക് വേണ്ട, നീ പേടിക്കൊന്നും വേണ്ട. തന്നെ അതൊരു പ്രോസസ്സാണ്. സ്ത്രീകൾക്ക് അതിനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അന്നേരം എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ട്. എനിക്ക്
അങ്ങനെ നമുക്കൊരു കഴിവാണ്, സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. പക്ഷേ അതിന് വേണ്ട ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം, അതും കൂടെ വേണം. എങ്കിൽ മാത്രമാണ് അതൊരു പൂർത്തിയാകത്തുള്ളൂ. അല്ലാണ്ട് കുഞ്ഞ് വന്നു നമുക്ക് അവരെ നോക്കാൻ പറ്റുന്നില്ല, അവരുടെ നീഡ്സ് നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ആകെ കുഞ്ഞായിരിക്കുമ്പോഴേ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമ്മുടെ മക്കൾ പറയത്തുള്ളൂ. അതുപോലും സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു അമ്മയും അച്ഛനും ആവാന്ന് പറഞ്ഞാൽ അത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ ഒരു പ്ലാന്റ് ബേബി ആയതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് അതെല്ലാം നിറവേറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ മോളുടെ പാഡ്സ് വാങ്ങുന്നതായിക്കോട്ടെ, പാമ്പേഴ്സ് ഉണ്ടല്ലോ, അവളുടെ എൻ്റെ കുഞ്ഞിൻ്റെ പാമ്പേഴ്സ് വാങ്ങുന്ന മുതൽ ഒരു കുഞ്ഞുടുപ്പ് വാങ്ങിക്കുന്ന പോലെ ഇപ്പോൾ എന്തൊക്കെ അവളുടെ ദേഹത്തുണ്ടോ അതെല്ലാം വാങ്ങിച്ചത് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്. ഞങ്ങൾ ഒരു കുഞ്ഞുടുപ്പിന് പോയിട്ട് ഒരു കർച്ചീഫിന് വരും സഹായിക്കാൻ ആരും ഉണ്ടായില്ലേ. പക്ഷെ ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു കണക്കിന് നന്നായിട്ടോ, കാരണം ആരും അവകാശം പറയാൻ വരത്തില്ലല്ലോ. എൻ്റെ മോളുടെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും മാത്രമാണല്ലോ എന്നോർത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ പുതിയ ഇതുപോലുള്ള പാരൻറ്റിങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.